ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കലിപ്പിലായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് കുവൈത്തിൽ ദുരന്തം നടന്നിടത്തേക്കുള്ള മന്ത്രി വീണ ജോർജിന്റെ യാത്ര വേണ്ട എന്ന് പറഞ്ഞതിന്. ഒന്നുമില്ലെങ്കിലും ഒരു മന്ത്രിയല്ലേ, റെഡിയായി എയർപോർട്ടിൽ എത്തുമ്പോൾ പോണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? കാര്യം ഇത്രയേ ഉള്ളൂ. സംസ്ഥാന മന്ത്രിക്ക് ആ രാജ്യത്ത് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിലാണ് ആ യാത്രയെ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. ദുരന്തം സംഭവിച്ചത് അറിഞ്ഞയുടൻ തുടർ നടപടിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കേരളത്തിന് ഇത്തരത്തിലൊരു അനുമതി നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേപോലെ ആവശ്യം ഉന്നയിക്കും. അത് പിന്നെ ഏത് മേഖലയാണെങ്കിലും എടുത്തു പറയേണ്ടതില്ലല്ലോ. അവർക്ക് കൊടുത്തില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് തന്നൂടെ എന്ന ആവശ്യവും. പിന്നെ ഒരാൾ പോയാൽ അടുത്ത ആളും എന്തായാലും പോകണമല്ലോ. രാഷ്ട്രീയ മേഖല കൂടിയായാൽ പ്രത്യേകം പറയേണ്ടതുമില്ല. ഇനി അനുവാദം കൊടുത്ത സംസ്ഥാന മന്ത്രിമാർ കുവൈത്തിൽ എത്തിയാൽ എംബസി ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുമെന്നല്ലാതെ മന്ത്രിക്ക് ഭരണപരമായി എന്തെങ്കിലും ചെയ്യാനാവില്ലെന്നുള്ള തിരിച്ചറിവിലാണ് കേന്ദ്രം ആ അനുമതി നിഷേധിച്ചത്. എന്നാൽ നമ്മുടെ മന്ത്രിയുടെ യാത്ര മുടക്കിയതിൽ വൻ വിവാദമായിരുന്നു ഒന്നാളിപ്പോയത്. അവിടെ കുവൈത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി ചേതനയേറ്റ് കിടക്കുന്ന ശരീരങ്ങൾ. ഇവിടെ നാട്ടിൽ ആ സ്വപ്നങ്ങളുടെ ഒരറ്റവും മനസ്സിലൊതുക്കി നിന്ന മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളികൾ, കുടുംബക്കാരൊക്കെയും. ഇതിനിടയിൽ മന്ത്രിക്ക് യാത്ര നിഷേധിച്ചു എന്ന പേരിൽ അനാവശ്യ വിവാദവും. അത് മന്ത്രിയുടെ യാത്ര മുടക്കിയത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടുമില്ല. ഈ ദുർവാശി വേണ്ട സമയത്തായിരുന്നോ മന്ത്രിയും കൂട്ടരുമെടുത്തത്? ഭരണപക്ഷവും പ്രതിപക്ഷവും അത് ആലോചിച്ചായിരുന്നോ എന്തോ? ചേതനയറ്റ ആ മൃതദേഹങ്ങൾ അവിടുന്ന് വിമാനത്തിൽ കയറ്റി അയക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇവിടെ മന്ത്രിയുടെ പുറപ്പാടും വിവാദവും കേന്ദ്രത്തിനോടുള്ള അപ്രീതി പ്രകടനങ്ങളും. സാഹചര്യത്തിനനുസരിച്ചും കൃത്യസമയത്തും വേണ്ട വിധത്തിൽ പെരുമാറാൻ ഇവരെയൊക്കെ ആര് പഠിപ്പിക്കാനാണ്? കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മന്ത്രി അവിടെ ചെന്ന് എന്ത് ചെയ്യാനായിരുന്നോ എന്തോ. അവിടം വരെ ഒരു ടൂർ പോകാമെന്ന് ഓർത്തിട്ടുണ്ടാവും. ഇനി അടുത്തത് ദുഃഖാർദ്ധനായ മുഖ്യമന്ത്രിയുടെ വിമർശനം. അത് ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു എന്നതാണ് മറ്റൊരു ആകർഷക ഘടകം. എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടു. ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ അവിടെ എത്തിച്ചേരുക എന്നതാണ് മലയാളികളുടെ സംസ്കാരവും രീതിയും. മരണം സംഭവിച്ചാൽ മരണ വീട്ടിൽ പോകാറുണ്ട്. പോയിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാണെന്ന് വേണമെങ്കിൽ ചോദിക്കാലോ. പരിക്കേറ്റവരുടെ ചികിത്സാ കാര്യങ്ങളും അവിടുത്തെ മലയാളി സമൂഹത്തിന്റെ ആശങ്കയും അറിയാനും കൈകാര്യം ചെയ്യാനും വേണ്ടിയാണ് മന്ത്രിയെ അയക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അനുമതി നിഷേധിച്ചു. ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. കേന്ദ്ര നടപടിയുടെ ഔചിത്യവും അനൗചിത്യവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലെന്നുമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ദിവസം തന്നെ ഇത്രയുമൊക്കെ വേദിയിൽ പറയാമെങ്കിൽ ബാക്കി വെച്ച മറ്റു കാര്യങ്ങൾ കൂടി അവിടെ അദ്ദേഹത്തിന് പറയാമായിരുന്നു. ദുരന്തമുഖത്ത് കേരളത്തോട് ഇത് വേണ്ടായിരുന്നു എന്നായിരുന്നു മന്ത്രിയുടെ അഭിപ്രായം. അപ്പോൾ ആ ദുരന്തമുഖത്ത് അനാവശ്യമായി ഒരു വിവാദം ഉയർത്തിയത് ന്യായമാണെന്നല്ലേ പറയാനാകൂ? എന്തായിരുന്നു അവരുടെ പ്രശ്നം? വിദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാവുക പ്രധാനമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരിയാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് പൊടുന്നനെയുണ്ടായ ഇടപെടലിലൂടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധം ക്രമീകരിച്ചിരുന്നു. പിന്നെ എന്തിനായിരുന്നു അനാവശ്യമായ ഒരു വാശിയും വിവാദവും ഒക്കെ? കോവിഡ് ബാധയിൽ ലോകം വലഞ്ഞപ്പോൾ ഓടിയെത്തി ഇടപെടലുകൾ നടത്തിയ ശൈലജ ടീച്ചർ ആകാൻ നോക്കിയതായിരുന്നോ വീണ ജോർജ്? രാഷ്ട്രീയ ജീവിതത്തിൽ പബ്ലിസിറ്റി മുഖ്യമാണല്ലോ.